അലക്സ് റാം മുഹമ്മദ് വിമാനത്താവളത്തിന് പുറത്തുണ്ട്. അലക്സ്, വലിയ റോഡ് ഷോയോടെയാണ് പുത്തരിക്കണ്ടത്തേക്ക് അദ്ദേഹം എത്തിയത്. ഇപ്പോൾ മടങ്ങുകയാണ്. ബി.ജെ.പി. പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രത്യേകിച്ചൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയതിനു ശേഷം അല്ലേ, നേതാക്കളും പ്രവർത്തകരും വിവിധ ജില്ലകളിൽ നിന്നൊക്കെ രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നു റോഡ് ഷോയിലൊക്കെ പങ്കെടുക്കാൻ. എന്താണ് ബി.ജെ.പി. പ്രവർത്തകരുടെ ഒരു ആവേശത്തിന്റെ കാഴ്ചകൾ അലക്സ്? വിജയകുമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ കേരള സന്ദർശനം, അതായത് തിരുവനന്തപുരത്ത് അദ്ദേഹം 2-2.25 മണിക്കൂർ ചിലവഴിച്ചതിന് ശേഷം അല്പം മുമ്പ് ഇവിടെ നിന്ന് മടങ്ങി. ഞാൻ നിൽക്കുന്നത് തകരപ്പറമ്പ് ഫ്ലൈ ഓവറിനടുത്താണ്. ഇവിടെ നിന്നാണ് അദ്ദേഹം ഏത് വഴിയാണോ അദ്ദേഹം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയ വഴി വന്നത്, ആ വഴി തന്നെ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം കടന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ അതായത് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകാൻ പോലും ബി.ജെ.പി. പ്രവർത്തകർ റോഡിന്റെ ഇരുവശവും വന്ന് അണിനിരന്നിരുന്നു എന്നുള്ളതാണ് ആ കാഴ്ച. അവർ മുദ്രാവാക്യം വിളിച്ച് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്രയാക്കി. പ്രധാനമന്ത്രിക്ക് അല്പസമയത്തിനകം പ്രധാനമന്ത്രിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അതായത് ഇനി തമിഴ്നാട്ടിലേക്കാണ് അദ്ദേഹം പോവുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി കേരളത്തിലെത്തി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരം നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കുമെന്നായിരുന്നു ബി.ജെ.പിയുടെ പ്രഖ്യാപനം. ഒപ്പം കേരള വികസനത്തിന് പ്രധാനപ്പെട്ട വമ്പൻ പ്രഖ്യാപനങ്ങൾ കൂടി അദ്ദേഹം നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത്തരം പ്രഖ്യാപനങ്ങളൊന്നുമില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു രാഷ്ട്രീയ പ്രസംഗം അദ്ദേഹം നടത്തി. അതിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഭരിച്ചിരുന്ന LDF UDF സർക്കാരിനെ അദ്ദേഹം കടന്നാക്രമിക്കുന്നു. സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പരാമർശിക്കുന്നു. ബി.ജെ.പി. അധികാരത്തിലെത്തിയാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കും, അവരെ തുറങ്കിലടയ്ക്കുമെന്ന ഗ്യാരണ്ടിയാണ് അദ്ദേഹം ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. ആ വാഗ്ദാനം നൽകിയാണ് അദ്ദേഹം കടന്നുപോയത്. ബാക്കി അദ്ദേഹം NDA സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെ പറ്റി ജനങ്ങളോട് പറയുന്നതാണ് കണ്ടത്. തിങ്ങി നിറഞ്ഞ സദസ്സായിരുന്നു. ഏതാണ്ട് 1.25 ലക്ഷത്തോളം പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പുത്തരിക്കണ്ടത്ത് തന്നെ വേറെ വേദിയിൽ, പ്രത്യേകം ഒരുക്കിയ വേദിയിലാണ് ബി.ജെ.പിയുടെ ഈ പരിപാടി നടന്നത്. ഈ നിൽക്കുന്ന റോഡിൽ നോക്കുക, ഇരുവശവും ഇപ്പോഴും പ്രവർത്തകർ കടന്നു പോവുകയാണ്. അതായത് പ്രവർത്തകർ ഇവിടെ നിന്ന് പ്രധാനമന്ത്രി യാത്രയച്ചതിനു ശേഷം മടങ്ങുന്ന പ്രവർത്തകരെയാണ് ഇവിടെ നിന്ന് കാണുന്നത്. അദ്ദേഹം മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം വിമാനത്താവളത്തിലെ പ്രത്യേക വിമാനത്താവളത്തിൽ അവിടേക്ക് എത്തും. അതായത് വ്യോമസേനയുടെ വിമാനത്താവളത്തിലേക്ക് എത്തും. അവിടെ നിന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം യാത്രയാകും. എന്താണെങ്കിലും മിഷൻ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നു. മിഷൻ കേരള ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം അത് കേരളം പിടിച്ചടക്കാനുള്ള വിജയമായി കണക്കാക്കുന്നു എന്നാണ് അദ്ദേഹം തിരുവനന്തപുരം നിവാസികളടക്കം നന്ദി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ബി.ജെ.പി. പ്രവർത്തകരടക്കം വലിയ ആവേശത്തിലാണ് ഈ ഘട്ടത്തിലും. വിജയകുമാർ. യെസ്, പ്രധാനമന്ത്രി വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്കാണ് ഇനി പോകുന്നത്. തമിഴ്നാട്ടിലാണ് ഉച്ചയ്ക്ക് ശേഷം ബി.ജെ.പിയുടെ പൊതുസമ്മേളനം നടക്കുന്ന. പ്രധാനമന്ത്രി അവിടെ പ്രസംഗിക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന സന്ദർശനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സന്ദർശനത്തെ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.